വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KC's ക്ലാസ്സസ്. KC's ക്ലാസ്സസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കേരളത്തിൽ ഇപ്പോൾ ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കാൻ നമ്മുടെ മുമ്പിലുള്ള ഒരൊറ്റ ഓപ്ഷൻ എന്ന് പറയുന്നത് ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്. മറ്റെല്ലാ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസും കേരളത്തിലെ ഇപ്പോൾ ഡിസ്റ്റൻസ് ക്ലോസ് ചെയ്ത് നമുക്കിപ്പോൾ ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലൂടെ മാത്രമാണ് മേജർ കോഴ്സസ് പഠിക്കാനുള്ള ഓപ്ഷൻ. എസ്പെഷ്യലി BA, ദെൻ BCom, BBA, MCom, MA കോഴ്സസ്. അപ്പോൾ നമ്മുടെ സ്ഥാപനം അഡ്മിഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ അത് മാത്രമല്ല ഓൺലൈനായിട്ട് BCom, BBA, MCom ഈ പറയുന്ന കോഴ്സസിൻ്റെ ഒക്കെ ഓൺലൈൻ കോച്ചിങ്ങും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇതിൽ ഏറ്റവും കൂടുതൽ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് കുറച്ച് ദിവസങ്ങളായിട്ട് വന്നുള്ള ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. MComന് ഏറ്റവും ബെസ്റ്റ് സ്പെഷ്യലൈസേഷൻ ഏതാണ്? ഫിനാൻസ് ആണോ മാർക്കറ്റിംഗ് ആണോ? അപ്പോൾ ഞാൻ ഇതിനേക്കാൾ മുമ്പുള്ള എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് ഇഗ്നോനേക്കാൾ ബെസ്റ്റ് MCom പഠിക്കാൻ ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി തന്നെയാണെന്ന്. കാരണം MCom ജനറലാണ് നമുക്ക് ഇഗ്നോയിൽ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ MCom പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഫ്യൂച്ചറിൽ വല്ല കോമ്പറ്റീറ്റീവ് എക്സാം ആവട്ടെ, പിന്നെ നെറ്റ് ആവട്ടെ, അല്ലെങ്കിൽ PSCയുടെ പല കോമേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള പോസ്റ്റിലോട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരു ഉപകാരമില്ല. കാരണം നമുക്ക് കോമ്പറ്റീറ്റീവ് എക്സാമിന് വരുന്ന പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകളും അവിടെ ഇല്ല എന്നുള്ളതാണ്. സ്പെഷ്യലൈസേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ വെറുതെ ജനറൽ. ദെൻ ഇവിടെ ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പിന്നെ ഈ പറഞ്ഞ പോലെ സ്പെഷ്യലൈസേഷനെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവിടെ നമുക്ക് ഫിനാൻസോ മാർക്കറ്റിങ്ങോ ഇതിലേതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യാൻ സാധിക്കും. ബട്ട് ഏറ്റവും ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഏത് ഡിഗ്രി പഠിച്ചൊരു കുട്ടിക്കും ഇവിടെ MComന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും ഇപ്പോൾ BA ഇംഗ്ലീഷോ BA മലയാളം പഠിച്ചൊരു കുട്ടിക്കാണെങ്കിലും MComന് അപ്ലൈ ചെയ്യാം. അതുകൊണ്ടാണെന്ന് തോന്നുന്നു സ്പെഷ്യലൈസേഷനിൽ ഇപ്പോൾ മാർക്കറ്റിംഗ് ഒക്കെ ആണ് എടുക്കുന്നതെങ്കിൽ അവർക്ക് കൊടുക്കുന്ന പേപ്പേഴ്സ് എന്ന് പറയുന്നത് ആ രീതിയിലാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പേരിനൊരു MCom കിട്ടിയിട്ട് അത് വെച്ചിട്ട് ഒരു ഉപകാരം ഇല്ലെങ്കിൽ വല്ല കാര്യമുണ്ടോ? ഫ്യൂച്ചറിൽ ഞങ്ങൾക്ക് യൂസ്ഫുൾ ആകുക നിർബന്ധമായും MCom ഫിനാൻസ് തന്നെയാണ്. ബിക്കോസ് ആ ഒരു സ്പെഷ്യലൈസേഷനിലാണ് അറ്റ്ലീസ്റ്റ് നമുക്ക് ഫ്യൂച്ചറിൽ ഉപകാരമുള്ള പല പേപ്പേഴ്സിനെയും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നെറ്റ് എഴുതാൻ നിങ്ങൾ പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് അറിയേണ്ട പല പേപ്പേഴ്സുണ്ട്. അതൊക്കെ ഫിനാൻസ് സ്പെഷ്യലൈസേഷനിലുള്ള കുട്ടികൾക്ക് മാത്രമാണ്. ഇപ്പോൾ ടാക്സ് അറിയാണ്ട് MCom കഴിഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ മാർക്കറ്റിംഗ് സ്പെഷ്യലൈസേഷനിലോട്ട് പോകുന്ന സമയത്ത് പല ഇങ്ങനത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേപ്പേഴ്സും കാണാൻ സാധിക്കുന്നില്ല. നേരെ മറിച്ച് ഇപ്പോൾ കാലിക്കറ്റിലൊക്കെ ആണെങ്കിൽ ഞാൻ പറയാറുണ്ട് ഏറ്റവും ബെസ്റ്റ് സിലബസ് കാലിക്കറ്റ് തന്നെയാണ്. അവിടെ ഒരു കുട്ടി MCom പഠിച്ച് പാസ്സാകുമ്പോൾ വേണ്ട എല്ലാ സിലബസും എല്ലാ സബ്ജക്ട്സിൻ്റെയും പ്രോപ്പർ അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ അപ്ഡേഷൻസ് ഒക്കെ അവിടെ ഉണ്ടാവാറുണ്ട്. ബട്ട് ഇവിടെ ഡിസ്റ്റൻസ് മോഡിൽ ഇവരിങ്ങനെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് ലാക്കിംഗ് ആണ്. എന്നാലും ഉള്ളതിൽ ഭേദം ഫിനാൻസ് സ്പെഷ്യലൈസേഷൻ തന്നെയാണ്. അത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് ഒരു ഗുണം ഉണ്ടാവുള്ളൂ. ബട്ട് നിങ്ങൾക്കിനി മാർക്കറ്റിംഗ് ആണ് താല്പര്യമെങ്കിൽ അതെടുക്കണോണ്ട് പ്രോബ്ലം ഒന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടം. അതാണ് ഞാൻ പറഞ്ഞത്. ഇഗ്നോയിൽ നിങ്ങൾ MCom വെറുതെ ജനറൽ പഠിച്ചിട്ട് എന്താണ് പേരിനൊരു MCom ആണെങ്കിൽ ഓക്കെ, എന്തായാലും നമ്മൾ പഠിക്കാൻ ഇറങ്ങണം. അപ്പോൾ ഒരു അതുകൊണ്ട് ഫ്യൂച്ചറിൽ ഒരു ഗുണമുണ്ടെങ്കിൽ അതിലേക്ക് പോകുന്നതല്ലേ ഏറ്റവും ബെസ്റ്റ്. സോ ഇങ്ങനെ ഒരുപാട് കുട്ടികൾ ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു മറുപടി നൽകാൻ കാരണം. നിങ്ങൾ MCom ചെയ്യുന്നുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് ആയിട്ട് ഏറ്റവും ബെസ്റ്റ് ഇഗ്നോനെ കമ്പയർ ചെയ്യുമ്പോൾ ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി തന്നെയാണ്. അതിലെ സ്പെഷ്യലൈസേഷനിലോട്ട് പോകുമ്പോൾ ഫിനാൻസ് തന്നെ എടുക്കാൻ ശ്രമിക്കുക. ഫിനാൻസ് പഠിക്കുമ്പോൾ തന്നെയാണ് നിങ്ങൾക്ക് ഒരു ഉപകാരം ഉണ്ടാവുക. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട്. ദെൻ എന്ന് വെച്ചിട്ട് മാർക്കറ്റിംഗ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എടുക്കണോണ്ട് പ്രശ്നമൊന്നുമില്ല. കാരണം ഇവിടെ ഫിനാൻസിലാണ് നമുക്ക് വേണ്ട ഫ്യൂച്ചറിലേക്ക് വേണ്ട പല പേപ്പേഴ്സും അവർ സെക്കൻഡ് ഇയറിലും അല്ല തേർഡ് സെമസ്റ്ററിലും ഫോർത്ത് സെമസ്റ്ററിൽ കൊടുത്തിട്ടുള്ളത്. അത് ഞാൻ ഇതിനേക്കാൾ മുമ്പ് MComൻ്റെ സിലബസ് ഡീറ്റെയിൽസ് റിലേറ്റ് ചെയ്തിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ദെൻ നമ്മുടെ സ്ഥാപനം MComന് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അഡ്മിഷൻ എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് മന്ത് മുതൽ നമ്മുടെ ഓൺലൈൻ ബാച്ച് ആരംഭിക്കുകയാണ്. സോ അഡ്മിഷന് വേണ്ടിയിട്ടും ഓൺലൈൻ കോച്ചിങ്ങിന് വേണ്ടിയിട്ടും താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ദെൻ അത് മാത്രമല്ല വരും ദിവസങ്ങളിൽ ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സബ്ജക്റ്റ് വൈസ് എങ്ങനെയാണ് പഠിക്കേണ്ടത് ഓരോ സബ്ജക്റ്റും, അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ, എക്സാമിനേഷൻ ടിപ്സ്, ഇതൊക്കെ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. എന്ത് ഡൗട്ടുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.